കോടതിയലക്ഷ്യ കേസിൽ KPCC അധ്യക്ഷൻ കെ സുധാകരൻ ഇന്ന് ഹൈക്കോടതിയിൽ നേരിട്ട് ഹാജരാകണം. സുധാകരൻ നേരിട്ട് ഹാജരാകാൻ ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു. സാലി ചേരുന്നു കൊച്ചിയിൽ നിന്ന്. സാലി, എന്തൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ? ഷമ്മി, അതായത് കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട ചില കേസുകൾ കോടതിയിൽ വന്നിരുന്നു. സുധാകരൻ്റെ ഹർജി, ഈ കേസിൽ നേരിട്ട് ഹാജരാകുന്നത് ഒഴിവാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് വെക്കേഷൻ കോടതിയിലാണ് ആ കേസ് വന്നിരുന്നത്. അന്ന് തന്നെ കോടതി വ്യക്തമാക്കിയിരുന്നു നേരിട്ട് ഹാജരാകുന്നതിൽ നിന്ന് ഒഴിവാക്കാനാവില്ല. അതുകൊണ്ട് വെക്കേഷൻ പൂർത്തിയായി കോടതി തുറന്ന ഉടൻ തന്നെ ഹാജരാകണം എന്നുള്ളതാണ്. അപ്പോൾ ഇന്ന് വന്ന കോടതി ലിസ്റ്റിൽ അതുണ്ട്. അപ്പോൾ ഇന്ന് 2 മണിക്ക് സുധാകരൻ കോടതിയിൽ ഹാജരാകണം എന്നുള്ളതാണ് ഇന്നത്തെ സാഹചര്യം. അതിൻ്റെ ഒരു പശ്ചാത്തലം എങ്ങനെയാണ്? ഷുഹൈബ് വധക്കേസുമായി ബന്ധപ്പെട്ട് CBI അന്വേഷണം ആവശ്യപ്പെട്ടൊരു ഹർജി ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൽ മുമ്പ് വന്നിരുന്നു. ആ ഹർജി കോടതി തള്ളുകയാണ് ഉണ്ടായത്. തള്ളിക്കൊണ്ട് ആ വിധിക്കെതിരെ സുധാകരൻ ഒരു പ്രസംഗം ചാവക്കാട് പൊതുയോഗത്തിൽ നടത്തി. 2019 ഓഗസ്റ്റ് 3 ആ പ്രസംഗം. അതിൽ പറഞ്ഞിരുന്നത് കോടതി അലക്ഷ്യ പരാമർശങ്ങൾ നിരവധിയുള്ള ഒരു പ്രസംഗമായിരുന്നു. അതായത് ഈ വിധിന്യായം, അതായത് ഷുഹൈബ് വധക്കേസിൽ CBI അന്വേഷണം റദ്ദാക്കിക്കൊണ്ടുള്ള ഹൈക്കോടതിയുടെ വിധി തിരക്കഥയുടെ ഭാഗമാണ്, അത് നിലവാരമില്ലാത്ത വിധിന്യായമാണ്, കോടതിയുടെ അന്തസ്സ് കെടുത്തുന്നതാണ് എന്നുള്ളതാണ്. അതിന് ചില കഥകളും അദ്ദേഹം പറഞ്ഞു. 50 ലക്ഷം രൂപ ഒരു അഭിഭാഷകന് സർക്കാർ കൊടുത്തു. ആ അഭിഭാഷകൻ കോടതിയിൽ ഹാജരായപ്പോൾ ജഡ്ജിയുടെ മനസ്സ് മാറി, സെൻസ് നഷ്ടപ്പെട്ടു എന്നൊക്കെയായിരുന്നു അദ്ദേഹത്തിൻ്റെ വിവാദ പരാമർശങ്ങൾ. സ്വാഭാവികമായും അത് കോടതിയിലെത്തി. കോടതിയിലൊരു അഭിഭാഷകൻ ഇത്തരം കോടതി അലക്ഷ്യ ഹർജി ഫയൽ ചെയ്തു. അത് കോടതി അലക്ഷ്യ ഹർജിയുമായി മുന്നോട്ട് പോകാൻ അഡ്വക്കേറ്റ് ജനറൽ അനുമതി നൽകി. അങ്ങനെയാണ് സാലിയാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.